ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണമില്ല. സെബിക്ക് അന്വേഷണം തുടരാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നിയമലംഘനങ്ങൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നും നിർദ്ദേശം. സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് ഓഹരി വിപണിയിൽ അദാനിയുടെ കമ്പനികൾ നേട്ടമുണ്ടാക്കുകയാണ്. വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് തുളസി പ്രസാദ് നൽകും. തുളസി, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഈ സുപ്രധാനമായ വിധി പറഞ്ഞിരിക്കുന്നത്? ലിബീഷ്, തീർച്ചയായും അദാനിക്ക് ആശ്വാസകരമായ ഒരു വിധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. ഈ ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അദാനിക്കെതിരായ ഈ ഒരു ആരോപണങ്ങളിൽ ഉടൻ തന്നെ ഒരു പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ നിലവിൽ അന്വേഷിക്കുന്ന സെബിക്ക്, സ്വതന്ത്ര അന്വേഷണ ഏജൻസിയായ സെബിക്ക് അന്വേഷണം തുടരാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സെബിക്ക് 3 മാസം കൂടി അന്വേഷണത്തിനായിട്ടുള്ള സമയം നീട്ടി നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി. അതുപോലെ തന്നെ സെബിക്ക് ഈ ഒരു വിഷയത്തിൽ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കാമെന്നാണ് വിധിയിൽ സുപ്രീം കോടതി പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ സെബിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സുപ്രീം കോടതി ഇടപെടില്ലെന്നും, അതായത് സെബിയുടെ ഭരണ പരിധിയിൽ സുപ്രീം കോടതി ഇടപെടില്ലെന്നും, എന്നാൽ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തിന് ശേഷം സെബി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഉണ്ടെന്നുമാണ് സുപ്രീം കോടതി വിധിയിൽ പറയുന്നത്. ശരിക്കും ഈ അദാനി ഗ്രൂപ്പിനെതിരെ നിലവിൽ വലിയൊരു ആക്ഷേപവും ആരോപണവുമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പുറത്തു വന്നത്. ഓഹരി വില പെരുപ്പിച്ച് കാണിക്കുന്നതിനായി പണത്തട്ടിപ്പ് നടത്തി എന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങളായിരുന്നു അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ വന്നത്. ഇതിന്റെ ചുവട് പിടിച്ച് പ്രതിപക്ഷാംഗങ്ങളടക്കം പാർലമെന്റിലടക്കം വളരെ വലിയ പ്രതിഷേധങ്ങൾക്കടക്കം വേദിയായ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിനാണ് ഇപ്പോൾ അദാനിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അദാനിയെ സംരക്ഷിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളും ഉയർന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിനും അദാനിക്കും ഒരുപോലെ ആശ്വാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഓഹരി വിപണിയിലെ സുതാര്യതയുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതി, അതായത് നേരത്തെ തന്നെ ഈ ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഹർജിയിൽ ഈ സെബി അന്വേഷണവും കൂടാതെ അതിനോടൊപ്പം തന്നെ ഒരു വിദഗ്ധ സമിതി അന്വേഷണവും, ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ച് അവർക്കൊരു അന്വേഷണം നടത്താനൊരു നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിരുന്നു. ഈ ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ ശുപാർശകൾ പരിഗണിക്കാനും സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഓഹരി വിപണിയെ പ്രതികൂലമായോ മറ്റോ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലിബീഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ഒരു സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾക്ക് വലിയൊരു ഉണർവ് തന്നെ ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2.2% മുതൽ 10% വരെയാണ് ഇപ്പോൾ വർധന ഉണ്ടായിരിക്കുന്നത് ഓഹരി. ലിബീഷ്, തുളസി, ഈ ഓഹരി മൂല്യം പെരുപ്പിച്ച് കാട്ടിയ വിഷയത്തിൽ സെബി നിലവിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണം തുടരാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ നിയമലംഘനങ്ങൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഏതു രീതിയിലായിരിക്കും ഈ ഒരു കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുക? നിലവിലിപ്പോൾ സെബിയുടെ അന്വേഷണ പരിധിയിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ഓഹരി വിപണിയിൽ തന്നെ പ്രധാനമായും ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്വന്തം നിക്ഷേപം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പണം അയക്കുകയും പിന്നീട് അവിടെ നിന്നും തിരിച്ച് മറ്റ് നിക്ഷേപം എന്ന പേരിൽ തിരിച്ച് സ്വന്തം സ്ഥാപനത്തിലേക്ക് തന്നെ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് അദാനി ഗ്രൂപ്പ് നടത്തിയത്. ഇങ്ങനെ ഓഹരി മൂല്യം പെരുപ്പിച്ച് കാണിച്ചു എന്നാണ് പറയുന്നത്. ഈ നിക്ഷേപിക്കുന്ന തുകകളെല്ലാം തന്നെ ഈ അദാനിയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നൊരു ആരോപണവും ഈ ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സുപ്രീം കോടതി നിരീക്ഷണത്തിൽ പറയുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തെളിവായി സ്വീകരിക്കാൻ സാധിക്കില്ല. വ്യക്തമായ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അദാനി ഗ്രൂപ്പ് പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കേസുകളിൽ ഒരു നടപടി സ്വീകരിക്കാൻ സാധിക്കൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ സെബിയുടെ അന്വേഷണം, നേരത്തെ തന്നെ സെബി ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ. എന്നാൽ അതിലൊന്നും തന്നെ കൃത്യമായ തെളിവുകൾ അദാനി ഗ്രൂപ്പിന് എതിരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും കാലാവധി നീട്ടി നൽകാൻ സെബി ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ 3 മാസമാണ് അന്വേഷണത്തിന് കാലാവധി നീട്ടിയിരിക്കുന്നത്. ലിബീഷ്.
തുളസി, ഈ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുന്ന ഹർജിയിൽ ഹർജി സുപ്രീം കോടതി തീർപ്പാക്കിയിരിക്കുകയാണ്. ഇനി ആ ഹർജിയിൽ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ നിയമലംഘനങ്ങൾ പരിശോധിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു നീക്കത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട്? ഇത്തരത്തിലൊരു നീക്കമാണ് വരുന്നതെങ്കിൽ ഇനിയും പ്രതിഷേധങ്ങൾ ശക്തമാകാൻ ഒരു സാധ്യത കൂടിയുണ്ട് ലിബീഷ്. പ്രത്യേകിച്ച് ഈ പാർലമെന്റിലടക്കം ഈ അദാനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉയർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മോദി അദാനി ഭായ് ഭായ് ബന്ധമാണെന്നും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ പരമാധികാരം എടുത്തു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം അദാനി, രണ്ടാം സ്ഥാനം പ്രധാനമന്ത്രി, പിന്നീടാണ് ഈ പാർലമെന്ററിക്കൊക്കെ വരുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേന്ദ്ര സർക്കാർ അദാനിക്ക് വേണ്ടി വിധേയമായി പ്രവർത്തിക്കുന്നു, അദാനിയെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. അദാനിക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നു, പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായ ആരോപണങ്ങൾ തന്നെയാണ്, ശക്തമായ പ്രതിഷേധങ്ങൾ തന്നെയാണ് പാർലമെന്റിൽ അടക്കം പ്രതിപക്ഷം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിധി വരുമ്പോൾ ഈ ഒരു സെബിയുടെ അന്വേഷണത്തിൽ സുപ്രീം കോടതി ഇടപെടാനാകില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് നടപടി സ്വീകരിക്കാൻ ഒരു അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ശരി തുളസി, വളരെ വിശദമായ വിവരങ്ങളാണ് തുളസി നൽകിയത്. അദാനിക്ക് വലിയ ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്മേൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ഹർജി സുപ്രീം കോടതി തീർപ്പാക്കിയിരിക്കുകയാണ്. സെബിക്ക് അന്വേഷണം തുടരാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തുളസി പ്രസാദ്.